നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ വേര്, അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റായിരുന്നത്. ഇതൊരു ടീപ്പോയ് ഉണ്ടാക്കാനായിട്ട് നേരത്തെ ചെയ്തായിരുന്നു, പിന്നെ അത് മാറ്റി ഇങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ മരത്തിൻ്റെ വേരുകൾ തന്നെ വേണമെന്നില്ല, ചെറിയ വേരുകളും ചെറിയ മരത്തിൻ്റെ കമ്പുകളിലൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഞാനൊരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഏതാണ്ട് ഒരു ചെറു വിരലിൻ്റെ വലുപ്പത്തിലുള്ള വണ്ണത്തിലുള്ള തുളകൾ ഇതിലും ഇടുകയാണ്. ഇതിൽ നമ്മൾ ഒരു ചെടിയുടെ ചെറിയ കമ്പുകൾ അതിൽ പിടിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ചെറിയ വേരുകളോ അല്ലെങ്കിൽ ചെറിയ മരത്തിൻ്റെ കൊമ്പുകളിലൊക്കെ ഈ പരീക്ഷണം ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയും വലിയ വേര് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. ഡ്രില്ലിംഗ് മെഷീൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പരിചയക്കുറവുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പരിചയമുള്ള ആരെങ്കിലും കൊണ്ടും അങ്ങനെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ വെക്കാൻ പോകുന്ന പ്ലാന്റ്, ഇതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം, പിന്നെ സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട്. കുറച്ച് ചെറിയ കമ്പുകളാണ് ആദ്യം മുറിച്ചെടുക്കുന്നത്, ഏകദേശം 2 ഇല വീതമുള്ള കുറച്ച് കമ്പുകൾ. ഇത് കഴിഞ്ഞ് കുറച്ച് വലിയ ഒരു 6 ഇലകളുള്ള കുറച്ച് കമ്പുകൾ കൂടി പിന്നീട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് കൊക്കോ പിറ്റാണ്. ഈ ചകിരിയിൽ നിന്നും നാരെടുക്കുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റാണത്. നമ്മൾ ആ ചകിരിയുടെ കൊക്കോപ്പിറ്റ് അതിലേക്ക് ഫില്ല് ചെയ്തുകൊണ്ട് ഈ ചെടിയുടെ കമ്പുകൾ അതിലേക്ക് പിടിപ്പിക്കുകയാണ്. ചെറുതായിട്ടൊരു കൊള്ളി ഉപയോഗിച്ചിട്ട് അത് ചെറിയ രീതിയിൽ ടൈറ്റും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ആ കഷ്ണമരുന്ന് വീണു പോകാതിരിക്കാനായിട്ട്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ തുടക്കത്തിൽ ഒരു ദിവസം 2 പ്രാവശ്യം വെച്ചിട്ട് ഒരാഴ്ചയോളം അങ്ങനെ നനച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴൊക്കെ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ മതി. മൊത്തം ഒരു സ്പ്രേയറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിന് മേലെ മൊത്തമായിട്ട് ഒന്നങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്നൊന്നും ഇത് ഉണങ്ങിപ്പോകുന്ന തരത്തിലുള്ള ഒരു ചെടിയല്ല ഇതിൻ്റെ ഇലകളൊക്കെ നല്ല തടിച്ച ഇലകളാണ്. അതിലൊക്കെ വെള്ളം ശേഖരിച്ച് വെക്കാനൊക്കെ ഉള്ള കഴിവുള്ള ഒരു തരം ചെടിയാണിത്. ഞാൻ കുറച്ചുകൂടി ചെടികൾ കളക്ട് ചെയ്യാണ്. ഇത് ഒരു 4 ഇലകളോളം ഉള്ള കമ്പുകൾ ആണ് മുറിച്ചെടുക്കുന്നത്. 4 6 ഇലകളുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സംഭവത്തിന് കുറച്ച് പച്ചപ്പും ഭംഗിയൊക്കെ തോന്നിപ്പിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
ഇതൊരു ചെറിയ സിമന്റ് ചട്ടിയിൽ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉയരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ടൈലിൻ്റെ കഷ്ണങ്ങൾ അതിൽ വെക്കുന്നത്. ഇനി കുറച്ച് ഇഷ്ടിയ കഷ്ണങ്ങളും പൊട്ടിയ മൺ ചട്ടികളുടെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അത് അവിടെ ഉറച്ചു നിൽക്കാനും കൂടിയിട്ട്. കൂടാതെ കുറച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റോണും മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടി ഭംഗി കിട്ടാനായിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഒരു സ്പ്രെയർ ഉപയോഗിച്ച് ഇതുപോലെ നനച്ചു കൊടുക്കാം. പിന്നെ എന്തായാലും ഈ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും വാച്ച് ചെയ്തതിന് നന്ദി. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.